ഹലോ എവറിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് 2024 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനും നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? Which coral reef is experiencing its 5th mass coral bleaching event in 8 years driven by global heating and El Nino climate pattern? ഇപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോറൽ റീഫാണ്. കോറൽ റീഫിന് മാസ് ബ്ലീച്ചിങ് ആണ്. 8 വർഷത്തിനിടയിൽ 5th മാസ് കോറൽ ബ്ലീച്ചിങ് ആണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ ഹീറ്റിങ്ങും അതേപോലെ തന്നെ എൽ നിനോ ക്ലൈമറ്റ് പാറ്റേണുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏത് കോറൽ റീഫ് ആയിരിക്കും? സാധാരണ ഈ മാസ് ബ്ലീച്ചിങ് ഉള്ള കോറൽ റീഫ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഏതാത്? ഗ്രേറ്റ് ബാരിയർ റീഫ്. സോ ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണെന്നുള്ളതും കൂടി നോക്കി വെക്കുക. ഇറ്റ് ഈസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ക്വീൻസ്ലാൻഡ്. ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ്. സോ ഇറ്റ്സ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്വീൻസ്ലാൻഡിൻ്റെ അടുത്തായിട്ട് വരും ഗ്രേറ്റ് ബാരിയർ റീഫ്. സോ ഇവിടെയാണ് ഇതുപോലെയുള്ള ഒരു കോറൽ ബ്ലീച്ചിങ് നടക്കുന്നത്. കോറൽ ബ്ലീച്ചിങ്ങിൻ്റെ റീസൺസ് ഗ്ലോബൽ ഹീറ്റിംഗ് ആൻഡ് എൽ നിനോ ക്ലൈമറ്റ് പാറ്റേൺ ആണ്. ആൻഡ് അഡീഷണൽ പോയിന്റ്സ് നോക്കുക. എന്താണ് കോറൽ ബ്ലീച്ചിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെൻ വാട്ടർ ഇസ് ടു വാം, ഇല്ല വെള്ളത്തിന് ഭയങ്കര വാംത്ത് കൂടുതലാണ്, ചൂട് കൂടുതലാണ്, എന്നാണ് ഗ്ലോബൽ ഹീറ്റിംഗ് വരുന്നത്. കോറൽസ് വിൽ എക്സ്പെൽ ദി ആൽഗെ സൂസാന്തൽ ലിവിങ് ഇൻ ദെയർ ടിഷ്യൂസ് കോസിങ് ദി കോറൽ ടു ടേൺ കംപ്ലീറ്റ്ലി വൈറ്റ്. അതായത് വെള്ളം വളരെയധികം ചൂടാകുമ്പം ആയിരിക്കുന്ന ഓഷൻ വാട്ടർ വളരെയധികം ചൂടാകും. അതിന് പല കാരണങ്ങളാകാം. ഗ്ലോബൽ ഹീറ്റിംഗ് ആകാം, എൽ നിനോ ആകാം. അങ്ങനെ വരുമ്പം കോറൽസ് തന്നെ ഒരു ആൽഗയെ പുറത്തു വിടും. ആ സൂസാന്തൽ എന്ന് പറയുന്ന ആൽഗയെ പുറത്തു വിടും. ആ പുറത്തു വിടുന്ന ഈ ആൽഗെ ഈ കോറൽസിൻ്റെ ടിഷ്യൂസിനെ വൈറ്റനാക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദൂരത്ത് നോക്കുമ്പോൾ നമുക്കെല്ലാം വെള്ള കളറായിട്ട് തോന്നും. അപ്പോൾ അതാണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഗ്രേറ്റ് ബാരിയർ റീഫും അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നോക്കുക, അതിൻ്റെ പ്ലേസ് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ കോറൽ ബ്ലീച്ചിങ് എന്താണെന്നുള്ള കോൺസെപ്റ്റ്, റീസൺസ് എന്താണെന്നുള്ളത്. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ആൻഡ് ദ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഹാവ് സൈൻഡ് എ ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. സോ EFTA എന്ന് പറയുന്നത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ്. അവർ ഒരു സൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ട്രീറ്റി, ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ്. സോ ഹൗ മെനി കൺട്രീസ് ആർ ദെയർ ഇൻ ദി EFTA? സോ ചോദ്യം ഇതാണ്, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൻ്റെ മെമ്പേഴ്സായിട്ട് ഇരിക്കുന്നത്? സോ യൂറോപ്യൻ ആണ്. സോ യൂറോപ്യൻ കൺട്രീസ് ആണ്. 4 കൺട്രീസാണ് അതിനകത്ത് ഭാഗമാകുന്നത്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ 4 കൺട്രീസ് ഏതൊക്കെയാണ്? ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റെയിൻ, നോർവേ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ഇതാണ് ആ 4 രാജ്യങ്ങൾ. ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റെയിൻ, Norway and Switzerland. The European Free Trade Agreement is the intergovernmental organization and എപ്പോഴാണ് സെറ്റപ്പ് ചെയ്തത്? ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1960. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ ഇസ് വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ? എപ്പോഴാണ് വേൾഡ് വാട്ടർ ഡേ? വേൾഡ് വാട്ടർ ഡേ വരുന്നത് മാർച്ച് 22 മാർച്ച് 22 എവറി ഇയർ വേൾഡ് വാട്ടർ ഡേ വരുന്നത്. ഈ വർഷത്തെ തീം എന്താണ്? വാട്ട് ഇസ് ദ തീം ഓഫ് വേൾഡ് വാട്ടർ ഡേ 2024? എന്താണ് തീം? ലീവറേജിങ് വാട്ടർ ഫോർ പീസ്, അല്ലേ? വാട്ടർ ഫോർ പീസ്. വെള്ളം വളരെ അത്യാവശ്യമാണ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സൊസൈറ്റിക്ക്, പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിന്. സോ ലീവറേജിങ് വാട്ടർ ഫോർ പീസ്. അടുത്തത്, വെൻ ഇസ് വേൾഡ് ഫോറസ്ട്രി ഡേ സെലിബ്രേറ്റഡ് എവറി ഇയർ? സോ വേൾഡ് ഫോറസ്ട്രി ഡേ എപ്പോഴാണ്? അതിൻ്റെ തലേത്തെ ദിവസമാണ്. സോ 21 ഫോറസ്റ്റ് ആണ്, അത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ആണ്. ഓക്കെ, സോ മാർച്ചിലാണ് രണ്ടും വരുന്നത്. സോ മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ ആണ്, മാർച്ച് 21. ആൻഡ് വേൾഡ് ഫോറസ്ട്രി ഡേയുടെ തീം എന്താ പറയുന്നത്? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. സോ ഫോറസ്റ്റിൽ ഇന്നോവേഷൻ കണ്ടുപിടിക്കുവാണെങ്കിൽ, ഫോറസ്റ്റിൽ ഇന്നോവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പുതിയ സൊല്യൂഷൻസ് ആണ്, ബെറ്റർ വേൾഡും ഉണ്ടാകും. ഓക്കെ, സോ ഇത് 2 കാര്യങ്ങളാണ്. രണ്ടും ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന തീംസ് ആണ്. ഒന്ന് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് വെള്ളം വേണം. രണ്ടാമത്തത് ബെറ്റർ വേൾഡിന് നമുക്ക് ഫോറസ്റ്റും ആ ഫോറസ്റ്റിൽ ഇന്നോവേഷൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദി സെവൻത് ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ എന്താണ്? ISRO successfully tested the landing mission of reusable launch vehicle. Landing mission of reusable launch vehicle. Reusable launch vehicle ഒരു ലാൻഡിംഗ് മിഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേരെന്നാണ് ചോദ്യം വരുന്നത്. സോ വാട്ട് നെയിം ഹാസ് ഇറ്റ് ബീൻ ഗിവൺ? സോ ദ ലാൻഡിംഗ് മിഷൻ ഓഫ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ മിഷൻ്റെ പേരെന്താണ്? പുഷ്പക് എന്നാണ് ആ മിഷൻ്റെ പേര്. ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റിനെ നമ്മൾ പറയുന്നത് RLV
LEX-02 എന്നുള്ളതാണ്. സോ RLV LEX-02 ആണ് ലാൻഡിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. ഈ പറയുന്ന മിഷൻ നമ്മൾ പറയുന്നത് പുഷ്പക് എന്നുള്ളതാണ് മിഷൻ. രണ്ടും ഓർത്തു വയ്ക്കണം, രണ്ടും ചോദിക്കാം. ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ്? RLV എന്തുമായി ബന്ധപ്പെട്ടതാണ്? LEX-02 എന്നുള്ളത് ചോദിക്കാം. റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ്. പുഷ്പക്കും അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ്, വെയർ ഹാസ് ISRO സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ദ ലാൻഡിംഗ് മിഷൻ ഓഫ് ദി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ലോഞ്ച് വെഹിക്കിളിൻ്റെ മിഷൻ്റെ പേരെന്താണെന്നുള്ളതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ലാൻഡിംഗ് മിഷൻ്റെ എന്താണ്, ആ ലോഞ്ച് വെഹിക്കിൾ ലാൻഡിംഗ് മിഷൻ എവിടെയാണ് ടെസ്റ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. സോ എവിടെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദാറ്റ് വാസ് ഇൻ ചല്ലക്കരെ, ചിത്രദുർഗൻ കർണാടക. ചല്ലക്കരയിലാണ് ഈ പുഷ്പക് മിഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Question number 9. Name the mission under which DRDO has successfully conducted the maiden flight test of the locally developed Agni 5 missile with multiple independently targetable re-entry vehicle MIRV technology. സോ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ 7th ക്വസ്റ്റ്യൻ കണ്ടത് ISROയിലെ ഒരു മിഷനാണ്. നമ്മൾ 9th ക്വസ്റ്റ്യനിൽ കാണുന്നത് എന്താണ്? നെയിം ദ മിഷൻ അണ്ടർ വിച്ച് DRDO ഹാസ് സക്സസ്ഫുള്ളി കണ്ടക്റ്റഡ് എ മെയ്ഡൻ ഫ്ലൈറ്റ്. എന്താണ്? ലോക്കലി ഡെവലപ്ഡ് ആണ്. അഗ്നി 5 മിസൈലാണ്, ലോക്കലി ഡെവലപ്ഡ് ആണ്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ആണ് ആൻഡ് MIRV ടെക്നോളജിയാണ്. അപ്പം ഈ മിഷൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നേരത്തെ കണ്ട മിഷൻ്റെ പേര് ISROൻ്റെതാണ്, പുഷ്പക് മിഷൻ. DRDOയുടെ ഈ മിഷൻ്റെ പേര് മിഷൻ ദിവ്യാസ്ത്രയാണ്. MIRV ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് ടു അഗ്നി 5, ലോക്കലി ഡെവലപ്ഡ് അഗ്നി 5-ലെ MIRV ടെക്നോളജി വെച്ചിട്ടുള്ള മിഷൻ ദിവ്യാസ്ത്ര. ദ ഫ്ലൈറ്റ് ടെസ്റ്റ് നെയ്മഡ് മിഷൻ ദിവ്യാസ്ത്ര വാസ് ക്യാരിഡ് ഔട്ട് ഫ്രം APJ അബ്ദുൽ കലാം ഐലൻഡ് ഇൻ ഒഡീഷ. നേരത്തത് ചെല്ലക്കരയാണ്, ഇത് APJ അബ്ദുൽ കലാം ഐലൻഡ് ഇൻ ഒഡീഷ. എല്ലാം പോയിന്റ്സ് ആണ്, എവ്രിതിങ് എല്ലാം നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് റീസെൻ്റ്ലി ബീൻ നോമിനേറ്റഡ് ഫോർ ദി പ്രസ്റ്റീജിയസ് സരസ്വതി സമ്മാൻ 2023. സോ പ്രസ്റ്റീജിയസ് സരസ്വതി സമ്മാൻ 2023 ആർക്കാന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആർക്കാണ്? പ്രഭാവർമ്മയാണ് സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് സരസ്വതി സമ്മാൻ്റെ പ്രത്യേകത നോക്കുക. ഇറ്റ് ഈസ് ആൻ ആനുവൽ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോസ് ഓർ പോയിട്രി ലിറ്റററി വർക്ക്സ്. സോ രണ്ടിനുമാകാം, പ്രോസിനാകാം അതേപോലെ തന്നെ പോയിട്രിക്കാകാം. ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനി ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ഇന്ത്യൻ ലാംഗ്വേജ് ഏത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ് പറയുന്നത്? ഇൻ ഷെഡ്യൂൾ 8. സോ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷനിൽ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന, 8ാമത്തെ ഷെഡ്യൂളിൽ എത്ര ലാംഗ്വേജസ് പറഞ്ഞിട്ടുണ്ട്? 22 ലാംഗ്വേജസ്. സോ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന 22 ലാംഗ്വേജസിലെ ഏത് ലാംഗ്വേജിലെ പ്രോസും ആകാം, പോയിട്രി ലിറ്റററിയും വർക്കും ആകാം. അതിനാണ് സരസ്വതി സമ്മാൻ ആനുവലി കൊടുക്കുന്നത്. ആൻഡ് സരസ്വതി സമ്മാൻ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1991. 91-ലാണ് സരസ്വതി സമ്മാൻ വരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ബൈ KK ബിർള ഫൗണ്ടേഷൻ. പ്രഭാവർമ്മയുടെ ബുക്ക് ഏതാണ് റീസെൻ്റ്ലി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? രൗദ്രസാത്വികം, നോവൽ ഇൻ വേഴ്സ്. സോ രൗദ്രസാത്വികം എന്ന് പറയുന്ന ബുക്കിനാണ് സരസ്വതി സമ്മാൻ ലഭിച്ചിരിക്കുന്നത്. സോ ഈ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡിങ് ഹിസ്റ്ററി ഓഫ് സരസ്വതി സമ്മാൻ, അതേപോലെ തന്നെ ഏതൊക്കെ ഭാഷകളിലാണ് കൊടുക്കുന്നത്, എല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ വീണ്ടും അടുത്തൊരു സെഷനിൽ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് 2024 10 വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.